കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ഇടതുപക്ഷം ജയിക്കുന്ന ഒരു മണ്ഡലം കൊയിലാണ്ടി. അവിടെ ഇത്തവണ ഒരു അട്ടിമറി പ്രതീക്ഷിച്ച് പോരാട്ടത്തിന് അംഗം വിട്ടുകയാണ് കോഴിക്കോട് DCC അധ്യക്ഷനായ പ്രവീൺ കുമാർ. പക്ഷേ കെ ദാസന്റെ മണ്ഡലത്തിലെ ബന്ധം ഇത്തവണയും കോട്ട കാക്കുമെന്നാണ് ഇടതുപക്ഷം കണക്കൂട്ടുന്നത്. UDF-നെതിരെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ആരോപിക്കുകയാണ് BJP സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ. ഇരുപത് വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് കോഴിക്കോട് ജില്ലയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ MLA വേണം. അതുമാത്രമല്ല 2001 അഡ്വക്കേറ്റ് P. ശങ്കരൻ കൊയിലാണ്ടിയിൽ ജയിച്ചതിന് ശേഷം കൊയിലാണ്ടി കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല. ഇടതുപക്ഷമാണ് ജയിച്ചു വരുന്നത്. അതും തിരുത്തി കുറിക്കണം. അങ്ങനെ പല സ്വപ്നങ്ങളുമായാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ മത്സരരംഗത്ത് ഇറങ്ങുന്നത്. ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുമോ? സ്വപ്നങ്ങളെക്കാൾ വലുത് പ്രതീക്ഷയാണ്. ഇത്തവണ കൊയിലാണ്ടി UDF-നുള്ളത് തന്നെയാണ്, ഒരു സംശയം വേണ്ട. UDF-ന്റെ കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു മണ്ഡലമാണ്, അത് കൈവിട്ടു പോയതാണ്. അത് എങ്ങനെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്? UDF പ്രവർത്തകരുടെ പ്രവർത്തനവും ജനങ്ങളുടെ പിന്തുണയും ഇത് രണ്ടുപേരും തിരിച്ചു പിടിക്കും. വിസ്മയകരമായ ഭൂരിപക്ഷം കൊയിലാണ്ടി ഇത്തവണ. ഇത്രയും കോൺഫിഡൻസ് കാരണം എന്താ? UDF പ്രവർത്തകരുടെ കൂട്ടായ്മ, പിന്നെ കോൺഗ്രസ് ഘടകകക്ഷികൾ തമ്മിലുള്ള ആത്മാർത്ഥമായ ബന്ധം. നിങ്ങൾ കണ്ടല്ലേ, കോൺഗ്രസും ലീഗും പ്രവർത്തിക്കുന്നത് ഒരു പാർട്ടിയെ പോലെയാണ്. അതിനേക്കാളുപരി ആ മുന്നണി സംവിധാനത്തിന് പൊതുജന മനസ്സിലുള്ള പ്രതീക്ഷ. CPM നേതാവ് കെ ദാസൻ, അദ്ദേഹത്തിന് ഇവിടെ വലിയ ജനകീയ സൗഹൃദവും ബന്ധമൊക്കെ ഉള്ളതാണ്. ആ സൗഹൃദം വോട്ടായി മാറുന്നൊക്കെയാണ് അവരുടെ അവകാശവാദം. അത്ര സ്വീകാര്യതയുള്ള ആളായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ LDF അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ലല്ലോ. ആ സംശയം മാത്രം ഞാൻ പങ്കുവെക്കുന്നു, അത്രമാത്രം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് കാരണമായിട്ട് പലരും ചൂണ്ടിക്കാണിച്ച് പല കാരണങ്ങളിലൊന്ന് കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങളും ഈ പരസ്പരമുള്ള ഏകോപനമില്ലായ്മയും ഐക്യമില്ലായ്മയായിരുന്നു. അതൊക്കെ പരിഹരിക്കപ്പെട്ടു. ഞാനിപ്പോൾ DC പ്രസിഡന്റാണല്ലോ. കോഴിക്കോട് ജില്ലയിൽ എവിടെയെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്തെങ്കിലും പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ ശിരസ് വഹിക്കും. ഇത്തവണ LDF-ന്റെ ഈ ജില്ലയുടെ അംഗസംഖ്യ വലിയ പൂജ്യമായിരിക്കും. ഭൂരിപക്ഷം കൊയിലാണ്ടിയിൽ വിസ്മയകരമായിരിക്കും. 4 നൂറ്റാണ്ടിന് ശേഷം കൊയിലാണ്ടിയിൽ നിന്ന് ഒരു കോൺഗ്രസ് MLA എന്ന UDF ആഗ്രഹത്തെ പരിചയസമ്പന്നതയും 2 തവണ കൊയിലാണ്ടിയിൽ തന്നെ MLA-യും നഗരസഭാ ചെയർമാനുമായ കെ ദാസനെ മത്സരരംഗത്തിറക്കി നേരിടുകയാണ് ഇടതുപക്ഷം. ഇത്തവണ അത് പിടിച്ചെടുക്കുന്നതാണ് UDF സ്ഥാനാർത്ഥി. അത് ജയിക്കുന്നത് ഉറച്ച വിശ്വാസത്തിലാണ്. പിടിച്ചെടുക്കാനെല്ലാം ആളുകൾ താല്പര്യമുണ്ടാവും. പക്ഷേ ഈ കൊയിലാണ്ടിയിലെ ഇന്നത്തെ അവസ്ഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ്റെ രീതി ഒരു പ്രത്യേകമായ രീതിയാണ്. അത് പ്രാദേശികമായ പ്രശ്നങ്ങളാണ് അവിടെ ഉയർന്നു വരുന്നത്. ഇതല്ല, ഇത് കേരളത്തിലെ ജനങ്ങളെ നേരിടുന്ന വിവിധ വിഷയങ്ങളാണ് ഇവിടെ ഉയർന്നു വരുന്നത്. വളരെ വ്യത്യസ്തമായിട്ടാണ്. ഒരു തവണ CPM തന്നെ മാറ്റി നിർത്തിയ ആളാണ് വീണ്ടും കളത്തിലിറക്കിയതെന്ന് വിമർശനം. 2 തവണ മത്സരിച്ച സമയത്ത് ഒരു വനിതാ സഖാവിന് ഇവിടെ മത്സരിക്കാൻ അവസരം കൊടുക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചു. അത് ശരിയാണ്. അവരുടെ മരണശേഷം മാത്രമാണ്. അവരാണ് ഇതുണ്ടെങ്കിൽ അവർ തന്നെയാണ് മത്സരിക്കുക. ഞാനതിൽ ഉണ്ടാവുമായിരുന്നില്ല. 2 തവണ MLA ആയിരുന്നു, നഗരസഭാ ചെയർമാൻ 2 തവണ ആയിരുന്നു. ഈ അനുഭവ സമ്പത്തും മണ്ഡലത്തിലുള്ള ഈ ബന്ധമൊക്കെ സഹായകരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് എനിക്കുള്ള ഉൾക്കരുത്ത്. ഇതുവരെയുള്ള അനുഭവ സമ്പത്ത് എനിക്കൊരു ഉൾക്കരുത്താണ്. അതെനിക്ക് ഊർജ്ജം പകരുന്നുണ്ട്. ഞാൻ നല്ല രീതിയിൽ പ്രവർത്തന രംഗത്തേക്ക് കടക്കും. ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജനകീയമായി എല്ലാ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമസ്കാരം. കൊയിലാണ്ടിയിലെ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ പറ്റുന്ന മണ്ഡലം തന്നെയാണ് കൊയിലാണ്ടി മണ്ഡലം എന്ന് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ ഒന്നുമല്ല, അതിനും അട്ടിമറി വിജയം ഈ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് സാധ്യമാകും. കൊയിലാണ്ടിയിൽ UDF ആദ്യം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു. പക്ഷേ മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം അവസാന നിമിഷമാണ് അത് വെട്ടിമാറ്റപ്പെട്ടത്. കാരണം അന്വേഷിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പേടിച്ചാണ് UDF നേതൃത്വം മുല്ലപ്പള്ളി രാമചന്ദ്രന് സീറ്റ് കൊടുക്കാത്തത്. മതമൗലികവാദ സംഘടനകൾക്ക് UDF നേതൃത്വം കീഴടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ബലത്തിൽ ഇത്തവണ കൊയിലാണ്ടി പിടിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് UDF. മണ്ഡലത്തിൽ കെ ദാസന്റെ അനുഭവ സമ്പത്ത് ഇത്തവണയും കൊയിലാണ്ടിയെ ഇടതുകോട്ടയായി നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF കേന്ദ്രങ്ങൾ. മനോജ് പയ്യന്നൂരിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.